ഹലോ കൂട്ടുകാരെ, ഇന്ന് നമുക്ക് സെൽഫ് ലവ് ആൻഡ് സെൽഫിഷ്നെസ് ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയ്ക്കുള്ള വ്യത്യാസം എന്താണെന്ന് മനസ്സിലാക്കാം. കാരണം കൗൺസിലിങ്ങിൽ വരുന്ന പലരും സെൽഫ് ലവിലിരിക്കണം എന്നൊക്കെ പറയുമ്പോൾ ചോദിക്കുന്ന ഒരു കാര്യമാണ്, അപ്പം നമ്മളുടെ കാര്യം നോക്കുമ്പോൾ മറ്റുള്ളവർ എന്തു പറയും അല്ലെങ്കിൽ എന്ത് ഫീലാവും, അവരെ ഹേർട്ട് ചെയ്യുന്ന പോലെയല്ലേ എന്നൊക്കെ. പിന്നെ ഇതിൻ്റെയൊക്കെയും ബേസിക്കായിട്ടുള്ള ഒരു കാരണമെന്ന് പറഞ്ഞാൽ നമ്മളുടെ സൊസൈറ്റി നമ്മളെ പഠിപ്പിക്കുന്ന കാര്യങ്ങളാണ്. അതായത് മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കണം എന്നാണ് സൊസൈറ്റി നമ്മളെ പഠിപ്പിക്കുന്നത്. തീർച്ചയായിട്ടും മറ്റുള്ളവർക്ക് വേണ്ടിയും ജീവിക്കണം, എന്നാൽ ആദ്യം പ്രിഫറൻസ് നമുക്ക് കൊടുക്കണം എന്നുള്ളത് ഇവിടെ നമുക്കാരും പറഞ്ഞു തരുന്നില്ല. അതായത് ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ മുതൽ അല്ലെങ്കിൽ ഒരു 5 വയസ്സ് 7 വയസ്സാകുമ്പോൾ മുതൽ ഒരു ചെറിയ ഒരു ചോക്ലേറ്റ് ആയിരിക്കാം, അത് ഷെയറിങ് ചെയ്യാനല്ല, അത് സാക്രിഫൈസ് ചെയ്യാനാണ് നമ്മളെ ഇവിടെ പഠിപ്പിക്കുന്നത്. അതായത് മുമ്പിലുള്ള ഒരാൾ എന്ത് വിചാരിക്കുമെന്ന് പറഞ്ഞാൽ നമ്മളുടെ കയ്യിലുള്ള ആ ഒരു കുഞ്ഞു സാധനം പോലും നമ്മൾ കൊടുക്കുക. അതായത് നമ്മളുടെ ഒരു ഫീലിങ്ങിനോ ഇമോഷനോ അവിടെ വാല്യൂ കൊടുക്കുന്നതിനേക്കാൾ നമ്മൾ മറ്റുള്ളവരുടെ ഫീലിങ്സിന് വാല്യൂ കൊടുക്കുക എന്നുള്ളത് നമ്മുടെ സൊസൈറ്റി കണ്ടീഷനിങ്ങിൻ്റെ അനുസരിച്ച് തലമുറകളായിട്ട് നമ്മളിലുള്ള ആ ഒരു ലെയറാണ്. അതുകൊണ്ടാണ് നമ്മൾ സെൽഫ് ലവ് എന്ന് കേൾക്കുമ്പോൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് മനസ്സിലാവാതെ നിൽക്കുന്നത്. അതല്ലെങ്കിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് അറിഞ്ഞിട്ടും പിന്നെയും ആ ലൂപ്പിൽ തന്നെ ഇരിക്കുന്നത്. അപ്പോൾ സെൽഫ് ലവ് എന്ന് പറഞ്ഞാൽ ആ ഒരു വാക്കിലുള്ള പോലെ തന്നെ സ്വയം സ്നേഹിക്കുക എന്നാണ്. കാരണം നമ്മുടെ അടുത്ത് ആ ഒരു സ്നേഹം, ആ ഒരു കണ്ടൻറ്റ് ഫുള്ളായിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇനി ഒരാൾക്ക് ഹാപ്പി ആയിട്ട് കൊടുക്കാൻ പറ്റുള്ളൂ. ഹാപ്പി ആയിട്ടെന്ന് ഞാൻ എടുത്തു പറയുകയാണ്. ഹാപ്പി അല്ലാതെ നമ്മൾ കൊടുക്കുന്ന കാര്യങ്ങളൊക്കെയും, നമ്മൾ ഹാപ്പി അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുമ്പോഴും നമ്മൾ ഹാപ്പി അല്ലായിരിക്കും അല്ലേ? അതെന്താണെങ്കിലും, അത് സ്നേഹമായിക്കോട്ടെ, ഉത്തരവാദിത്തങ്ങൾ നമ്മൾ നിറവേറ്റുമ്പോഴായിരിക്കോട്ടെ, എന്തെങ്കിലും ആയിക്കോട്ടെ. അപ്പോൾ ഈ ഹാപ്പിനെസ് ഇല്ലാതെ നമ്മൾ കൊടുക്കുമ്പോൾ അത് പതുക്കെ നമ്മളിലൊരു സപ്രസ്ഡ് ഇമോഷൻസ് ആവുകയാണ്. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, ഞാനൊരു റിലേഷൻഷിപ്പിലാണ് അല്ലെങ്കിൽ ഒരു മാരീഡ് പേഴ്സൺ ആണെങ്കിൽ, ഞാൻ ഫുഡിൻ്റെ കാര്യത്തിലാണെങ്കിൽ പോലും ആദ്യം പ്രിഫറൻസ് കൊടുക്കുന്ന എൻ്റെ ഹസ്ബൻഡിനും എൻ്റെ മക്കൾക്കുമായിരിക്കും പലപ്പോഴും. എന്നിട്ട് ഉള്ളതിൽ അഡ്ജസ്റ്റ് ചെയ്യാനായിരിക്കും ഞാൻ ശ്രമിക്കുക. ചെറിയൊരു എക്സാമ്പിളാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ ഇവിടെ ഒരു ദിവസം ശരി, 10 ദിവസത്തിലൊരിക്കൽ നമ്മളിത് ചെയ്തു, കുറേ വർഷങ്ങളായിട്ട് ചെയ്യുമ്പോൾ നമുക്കത് അറിഞ്ഞോ അറിയാതെ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലൊരു എന്താ പറയുന്നത്, ലാക്കിൻ്റെ ഒരു എനർജിയിലാണ്. അതായത് ഒരു ഹാപ്പിനെസ് ഇല്ല. അപ്പോൾ ഈ ഒരു എനർജി, അതായത് നമ്മളുടെ ഇമോഷൻസും നമ്മളുടെ ഫീലിങ്സും ആണല്ലോ എനർജി. ഞാൻ ഹാപ്പി അല്ലാതിരിക്കുന്ന ഒരു ഫാമിലിയിൽ എനിക്ക് ഹാപ്പിനെസ് കൊടുക്കാൻ പറ്റുമോ? ഒരിക്കലും ഇല്ല. കാരണം നമ്മൾ ഫുഡ് ഉണ്ടാക്കുമ്പോൾ കൊടുക്കുന്ന എനർജിയാണ് അത് നമ്മളുടെ ഫാമിലിയിലേക്ക്, അതായത് അതർ പേഴ്സൺസിലേക്ക് പോകുന്നത്. നമ്മൾ അവരുമായിട്ട് സ്പെൻഡ് ചെയ്യുമ്പം കൊടുക്കുന്ന ഒരു ടൈം അല്ലെങ്കിൽ ആ ഒരു എനർജിയാണ് അവരുടെ എനർജിയുടെ ഫ്രീക്വൻസിയും നിർണ്ണയിക്കുന്നത്. നമ്മൾ ദേഷ്യത്തിലാണ് ഫുഡ് ഉണ്ടാക്കുന്നതെങ്കിൽ അറിഞ്ഞോ അറിയാതെയോ ആ ഒരു ദേഷ്യമോ വിഷമത്തിൻ്റെയോ ഒരു നെഗറ്റീവ് ഇമോഷനാണ് നമ്മളവിടെ കൊടുക്കുന്നതും, അത് നമ്മളുടെ കുഞ്ഞുങ്ങൾക്കോ നമ്മളുടെ ഹസ്ബൻഡിനോ ഒക്കെ കൊടുക്കുന്നതും. അപ്പോൾ സെൽഫ് ലവിൽ ഇരിക്കുക എന്ന് പറയുന്നത് ആദ്യം നമ്മളെ കെയർ ചെയ്തുകൊണ്ട് നമ്മളുടെ ചുറ്റുമുള്ളവരുടെ കെയറും കൂടെ നമ്മൾ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതിലൂടെ നമ്മൾ ഇതേ ഹാപ്പിനെസ് പലരിലേക്കും, അതായത് ഈ നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് പോയി കാണുന്ന ആൾക്കാരിലേക്ക് നമ്മൾ സ്പ്രെഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതേസമയം സെൽഫിഷ്നെസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാൻ മാത്രം എന്നുള്ള ഒരു ഫീലിങ്, എനിക്ക് മാത്രം, ഞാൻ മാത്രം. പക്ഷേ സെൽഫ് ലവ് ഒരിക്കലും നമുക്ക് പഠിപ്പിക്കുന്നത് അല്ലെങ്കിൽ നമ്മളെ പഠിപ്പിക്കുന്നത് ഈ ഞാൻ മാത്രമല്ല, എൻ്റെ കൂടെ, ഞാൻ ആദ്യം എൻ്റെ കൂടെ നിൽക്കുന്നവരെയും കൂടെ ഞാൻ എൻ്റെ ഒരു ഫ്രീക്വൻസിയിലേക്ക് കൊണ്ടുവരിക, അല്ലെങ്കിൽ ആ ഒരു അൺകണ്ടീഷണൽ ലവ് അവർക്കൂടെ കൊടുക്കാൻ ഞാൻ പ്രാപ്തയാക്കുക എന്നുള്ളതാണ്. കണ്ടൻറ്റ് ഹെൽപ്ഫുള്ളാണെങ്കിൽ ചാനലിനെ ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം ആൻഡ് സബ്സ്ക്രൈബും ചെയ്യാവുന്നതാണ്. ട്വിൻ ഫ്ലെയിം
ജേർണി റിലേറ്റഡ് കൗൺസിലിംഗ് സെഷൻസിന്, ഹീലിംഗ് സെഷൻസിന് ആൻഡ് റേക്കി ഹീലിംഗ് സെഷൻസിനായിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് ബന്ധപ്പെടാവുന്നതാണ്. താങ്ക് യു സോ മച്ച്. സ്റ്റേ ബ്ലെസ്ഡ്.